അദ്ദുആ ആത്മാർത്ഥമായ പ്രാർത്ഥന തന്നെയാണ്, മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥന. അതിൽ ഇൽഹാ വേണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ അവരുടെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കളോട് വാശി പിടിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ മക്കൾ നന്നായി തീരാൻ വേണ്ടി അള്ളാഹുവിനോട് വാശി പിടിച്ച് പ്രാർത്ഥിക്കണം. ഇത് കിട്ടിയേ അടങ്ങൂ എന്നുള്ള നിലക്ക് ദുആ ചെയ്യുക. അത് സന്താനങ്ങൾ ഉണ്ടായതിന് ശേഷം മാത്രമല്ല, സന്താനങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ. നിങ്ങൾ നോക്കൂ, മഹാനായ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്താണ്? റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ. അള്ളാഹുവേ, നീ എനിക്ക് നല്ല ഒരു സന്താനത്തെ. പലപ്പോഴും ആളുകൾ മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യും, പക്ഷെ അതിൻ്റെ കൂടെ സാലിഹീങ്ങളെന്ന് ചേർക്കാൻ പലരും മറന്നുപോകുന്നു. കുട്ടികളെ കിട്ടിയാൽ മതി, കാരണം കുട്ടികളില്ലെങ്കിൽ മോശമല്ലേ, ആളുകൾ എന്ത് കരുതും, ഇങ്ങനെയൊക്കെയാണ്. അല്ല, ദുർരിയതൻ ത്വയ്യിബതൻ, നല്ല മക്കളെ തരണമേ. ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, നീ എനിക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു മകനെ തരണമേ. വെറും മകനെ തരണമേ എന്നല്ല, സ്വാലിഹീങ്ങളായ നല്ലവരായ മക്കളെ നൽകണമേ. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയായി സൂറത്തുൽ ഫുർഖാനിൽ കാണാം, വല്ലദീന യഖൂലൂന, സത്യവിശ്വാസികളുടെ ദുആ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുകയും മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കി തീർക്കുകയും ചെയ്യണമേ. സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തിൽ കാണാം, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅല വാലിദൈ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുവാൻ നീ എന്നെ പ്രേരിപ്പിക്കണം. വഅൻ അഅമല സാലിഹൻ തർദാഹ്, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, അല്ലാഹുവേ, എൻ്റെ മക്കളെ നീ എനിക്ക് നന്നാക്കി തരണമേ. നോക്കൂ നിങ്ങൾ, വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, പടച്ച റബ്ബേ, എൻ്റെ മക്കളെ നീ എനിക്ക് നന്നാക്കി തരണമേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ തടയണമേ റബ്ബേ. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുന്നു, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. റബ്ബന വതഖബ്ബൽ ദുആ, അല്ലാഹുവേ, നീ ദുആ സ്വീകരിക്കണമേ. നോക്കൂ നിങ്ങൾ, അമ്പിയാക്കളുടെ പ്രാർത്ഥനകളിലെല്ലാം തന്നെ, അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ അള്ളാഹു പ്രത്യേകം ഉൾപ്പെടുത്തിയത് മക്കളുടെ സ്വലാഹിയത്തിന് വേണ്ടി, നമ്മുടെ മക്കൾ നന്നായി തീരാൻ വേണ്ടി നിരന്തരമായ പ്രാർത്ഥനകൾ നമ്മുടെ നമസ്കാരങ്ങളിൽ, നമ്മുടെ സുജൂദിൽ, നമ്മുടെ തശഹുദിൽ, ഖിയാമുൽ ലൈൽ നമസ്കാരങ്ങളുടെ സന്ദർഭങ്ങളിൽ, രാത്രി നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന പ്രാർത്ഥനകളിൽ ഒന്ന് ദഅവത്തുൽ വാലിദി ലിവലദിഹി. ഒരു വാലിദ്, ഒരു വാപ്പ മക്കൾക്ക് വേണ്ടി നടത്തുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുന്ന ദുആയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആളുകൾ പലപ്പോഴും മക്കൾക്കെതിരിലാണ് ദുആ ചെയ്യുന്നത്. നീ നന്നാവുകയില്ല, അത് ശാപവാക്കാണ്, അതൊരു പ്രാർത്ഥനയുണ്ട് അതിൽ. നീ നന്നാവുകയില്ല, നീ ഗുരുത്തം കെട്ടവനാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്നിങ്ങനെ ദേഷ്യം പിടിച്ച് മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ വളരെയധികം കുറഞ്ഞു പോയിരിക്കുന്നു. അതിൻ്റെ അനന്തരഫലങ്ങളാണ് നമ്മുടെ വീടുകളിൽ നമ്മൾ കാണുന്നത് എന്നത് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം.